ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത്. ആദിത്യ ലക്ഷ്യസ്ഥാനത്തെത്തിയത് 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അർപ്പണത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധൈര്യമുണ്ടെങ്കിൽ ചാണകവെള്ളം ഒഴിക്കാൻ BJPയെ വെല്ലുവിളിച്ച TN പ്രതാപൻ MP. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലെന്നും TN പ്രതാപൻ. തനിക്കും BJP പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് എടുപ്പിച്ചതിന് പിന്നിൽ TN പ്രതാപനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അരിമ്പൂരിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദന പ്ലാന്റ് സജ്ജമായി. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണ്ടെത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. ട്യൂഷന് പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1 ലക്ഷ്യത്തിലെത്തി. ആദിത്യ L1 ലക്ഷ്യത്തിൽ എത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ അറിയിച്ചത്. 4 മണിയോടെയാണ് ആദിത്യ L1 ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത്. ബംഗളൂരുവിലെ ISRO ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ദൗത്യം വിജയിച്ചതോടെ ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസി എന്ന അതുല്യ നേട്ടത്തിലും ISRO എത്തി. 7 പേലോഡുകളാണ് ആദിത്യ L1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മഹത്തായ വിജയത്തിന് ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച രാഷ്ട്രപതി ദൗത്യം മനുഷ്യരാശിക്ക് ഗുണകരമാകുമെന്നും നിർണായക ദൗത്യങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം സ്ത്രീ ശാക്തീകരണത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചെന്നും രാഷ്ട്രപതി പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ തന്റെ മേൽ ചാണകവെള്ളം ഒഴിക്കാൻ BJPയെ വെല്ലുവിളിച്ച TN പ്രതാപൻ MP. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാണകം മെഴുകിയ തറയിൽ ജീവിച്ചവനാണ് താൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് RSSന്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. മോദിയോടും അമിത് ഷായോടും വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ചതാണ് തനിക്കെതിരെയുള്ള പ്രകോപനത്തിന് കാരണം. തെക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നടത്തിയത് വീമ്പു പറച്ചിലിന്റെ മാനപ്പടക്കമാണ്. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണെന്നും TN പ്രതാപൻ പറഞ്ഞു. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തെളിക്കാൻ വന്നവരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്ന പേരിൽ തനിക്കും BJP പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് എടുപ്പിച്ചതിന് പിന്നിൽ TN പ്രതാപനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ടൗൺ ഈസ്റ്റ് CAയെ സ്വാധീനിച്ചാണ് MP കേസെടുപ്പിച്ചത്. വിഷയത്തിൽ പ്രതികരണം നടത്തിയ തനിക്കും സംഭവസ്ഥലത്തില്ലാതിരുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിക്കുമെതിരെ വരെ മർദ്ദനക്കുറ്റം ആരോപിച്ച് കേസ് എടുത്തെന്നും അനീഷ് കുമാർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 50% 2027ഓടെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. അരിമ്പൂർ പഞ്ചായത്തിലെ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദന പ്ലാന്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് പുറമെ വൻകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി നിലവിൽ വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവൂ. പ്രളയ പ്രതിരോധത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ BN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. APS Karakar, UPS HS Arimbur, HSS Arimbur, Al-Azhar English Medium Senior Secondary Manapudi, St. John's ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ മിദ്ലാജിനാണ് പരിക്കേറ്റത്. ട്യൂഷന് പോകുന്നതിനിടയിലായിരുന്നു മിദ്ലാജിനെ കാട്ടുപന്നി ആക്രമിച്ചത്. എതിർവശത്ത് നിന്ന് ഓടിവന്ന കാട്ടുപന്നി മിദ്ലാജിനെ കുത്തിമറിച്ചിടുകയായിരുന്നു. ഇരു കാലുകൾക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയിൽ പോലും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്.
അരിമ്പൂർ പഞ്ചായത്തിലെ വാര്യംകോൾ പടവിനോട് ചേർന്നുള്ള ഇറിഗേഷൻ കനാൽ നിറഞ്ഞ് KLDC ബണ്ട് കരകവിഞ്ഞൊഴുകിയതോടെ വാര്യംകോൾ പടവിലെ കർഷകർ ആശങ്കയിലായി. ചക്രവാത ചുഴിയെ തുടർന്നുണ്ടായ മഴയും ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളവും കൂടിച്ചേർന്നതോടെ കനാലുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. വാര്യംകോൾ പടവിലെ 117 ഏക്കർ കൃഷിക്ക് വെള്ളം ഭീഷണിയായി മാറിയതായി കർഷകർ പറഞ്ഞു. വാര്യംകോൾ പടവിനെയും ഇറിഗേഷൻ കനാലിനെയും വേർതിരിക്കുന്ന റോഡ് ഉയർത്തി ബണ്ട് ബലപ്പെടുത്തണമെന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവും കർഷകയുമായ ഓമന അശോകൻ ആവശ്യപ്പെട്ടു. ഞാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പിന്നെ ഈ വാര്യം പടവിൻ്റെ ഒരു കർഷകയും കൂടിയാണ്. 2 ദിവസത്തെ കനത്ത മഴയിലാണ് ഇവിടെ ഇപ്പോൾ റോഡ് ഇതുപോലെ കാണുന്നത്. വെള്ളം നിറഞ്ഞ് പടവിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണ്. ഇതിനു മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മേൽപ്പെട്ട അധികാരികളോട് പൊതുമരാമത്ത് വകുപ്പോടും നമ്മളിത് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, റോഡ് ഉയർത്തണമെന്നുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് യാതൊരു പ്രതികരണവും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പടവിലെ കർഷകരുടെ കൃഷി നശിക്കാനാണ് പോകുന്നത്. ഇതിപ്പോൾ 40 ദിവസം കുട്ടിൽ ആവാറായ ഒരു നെൽകൃഷിയാണിത്. കുറച്ച് രാജ്യത്തിന്റെ വേദഗ്രന്ഥമായ ഭരണഘടനയെ വർത്തമാനകാലത്ത് തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് TN പ്രതാപൻ MP. ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വലപ്പാട് ചന്തപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയ്യങ്കാളി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ പോരാട്ടങ്ങളാണ് അധസ്ഥിത സമൂഹത്തെ മുന്നോട്ടെത്തിച്ചതെന്നും MP പറഞ്ഞു. MP-യും CC മുകുന്ദൻ MLA-യും ചേർന്ന് പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് M അയ്യപ്പൻ, സംസ്ഥാന സെക്രട്ടറി PK അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PK ബാബു, ഉണ്ണികൃഷ്ണൻ കാതിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാടുകടത്തുവാൻ മഹത്തായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ അർത്ഥത്തിലും തങ്ങൾ പണിയെടുക്കുന്ന വയലേലകൾ ഉപേക്ഷിച്ചു തങ്ങൾ കുടുംബങ്ങളുടെ കഷ്ടതകളും വേദനകളും കണ്ണീരും മാറ്റിവെച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തിരുവില്ലാമല GLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് തിരുവില്ലാമല കാട്ടുകുളം GLP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ മേൽക്കൂരയുടെ സീലിംഗുകൾ അടർന്നു വീണത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് സ്കൂൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുന്നതിനും സ്കൂളിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിനും നിർദ്ദേശം നൽകുകയായിരുന്നു. തൃശൂർ ചെമ്പൂക്കാവിൽ കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കോടാലി മൂന്നുമുറി സ്വദേശികളായ മൂത്തമ്പാടൻ വീട്ടിൽ ഇന്ദിര, മക്കളായ നീതു, നിധിൻ, സഹോദരി സുനിത, അക്ഷര, അനൈ, കൊടുവായൂർ സ്വദേശി അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും കവർച്ച. ക്ഷേത്രത്തിലെ നിലവിളക്കുകളുടെ മുകൾ ഭാഗവും വീട്ടിൽ നിന്ന് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളും കവർന്നു. ശ്രീകോവിലിന്റെ സമീപത്തെ ഇടപ്പള്ളി കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ നിലവിളക്കുകൾ പുറത്തെടുത്തത്. നിലവിളക്കുകളുടെ അടിഭാഗം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേടത്ത് സുബൈദയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയോടെ എത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. കൊരട്ടി SHO BK അരുണിന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. മേത്തല കൃഷിഭവൻ വളപ്പിൽ കർഷകമിത്ര പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. വിൽപ്പന കേന്ദ്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏകദേശം 3000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ജീവനക്കാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 29-ന് പുലർച്ചെയാണ് ചേരമാൻ പള്ളിയിൽ മോഷണം നടന്നത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴൂർ സ്വദേശി കറപ്പം വീട്ടിൽ അസീസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം
അറസ്റ്റ് ചെയ്തത്. ഭിന്നശേഷിക്കാരനായ യുവാവ് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി തള്ളി വീഴ്ത്തുകയും ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ അടിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. അയൽവാസികളായ ഇരുവരും തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് ആക്രമണമുണ്ടായത്. ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 9 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചേലക്കര സ്വദേശിനി കൊണ്ടൂർ വീട്ടിൽ സരിതയെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഭർത്താവ് തൊഴിയൂർ തയ്യൽ വീട്ടിൽ രാജീവിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2018 തൊഴിയൂരിലെ രാജീവിന്റെ വീട്ടിലാണ് സംഭവം നടന്നത്. സംശയത്തിന്റെ പേരിൽ ഇരുമ്പ് ചുറ്റിയ കൊണ്ട് സരിതയുടെ തലയിൽ അടിക്കുകയായിരുന്നു. സരിത ഇപ്പോഴും ചികിത്സയിലാണ്. സരിത പോലീസിന് നൽകിയ പരാതിയും മകന്റെ മൊഴിയും കേസിൽ നിർണായകമായി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. റേഷൻ കട മുഖേന മഞ്ഞ കാർഡുടമകൾക്ക് മാസം തോറും നൽകിവരുന്ന പഞ്ചസാര വിതരണം നിർത്തലാക്കി. പഞ്ചസാരയുടെ വില വർധനവിനെ തുടർന്നാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിതരണം നിർത്തിവെക്കാൻ തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്തിലൂടെ നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പിണ്ടിപ്പെരുന്നാളിന് തുടക്കമായി. വൈകിട്ട് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് കത്തീഡ്രൽ വികാരി ഫാദർ പയസ് ചിറപ്പണത്ത് മുഖ്യ കാർമ്മികനായി. വലിയങ്ങാടി, കുരിശങ്ങാടി, കോമ്പാറ, കാട്ടുങ്ങച്ചിറ എന്നീ വിഭാഗങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി പള്ളിയിൽ എത്തി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പുമാർ പൂളിക്കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3 പ്രദക്ഷിണം നടക്കും. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഇഞ്ചമുടി കാരൂപ്പാടം സ്വദേശി അയ്യേരി വീട്ടിൽ ബെന്നിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. വധശ്രമം, കവർച്ച, കഞ്ചാവ് വിൽപ്പന തുടങ്ങി 8ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 6 മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. നിറപ്പറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. പതിവ് പൂജകൾ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട അടച്ച ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വാദ്യമേളങ്ങളുടെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഗോകുലും വിഷ്ണുവും ഇടംബലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, തിരിച്ച് എഴുന്നള്ളിപ്പിന് തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞു തുള്ളി പറ ചൊരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച 1008 പറകളാണ് ഭഗവതിക്കായി ഒരുക്കിയിരുന്നത്. തുടർന്ന് നഗസ്വരത്തോടെ കുളപ്രദക്ഷിണം പൂർത്തിയാക്കി. ഭഗവതിയെ വരവേൽക്കാനായി കിഴക്കേ നടപ്പുരയിൽ അലങ്കാരങ്ങളും വിധാനങ്ങളും ഒരുക്കിയിരുന്നു. രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം കളംപാട്ടും നടന്നു. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ ഡോക്ടർ M. കുഞ്ഞാമൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം PKS സംസ്ഥാന പ്രസിഡന്റ് മധു വണ്ടിത്തടം ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, KSTA മുൻ സംസ്ഥാന സെക്രട്ടറി മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നൽകി. 8-ന് പുലർച്ചെ 12:45 മുതൽ 1:15 വരെയുള്ള സമയത്താണ് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയത്. ഞായറാഴ്ചയാണ് തിരുവമ്പാടി വേല.
ജലത കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കലോത്സവം ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് PK അജിത അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടറി PG സതീഷ്, കൺവീനർ VR ജിഷ, സംസ്ഥാന സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. അരുണാചൽ പ്രദേശിൽ നടന്ന നാഷണൽ യൂത്ത് ആൻഡ് ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ദേശീയ റെക്കോർഡോടുകൂടി ഇരട്ട സ്വർണം കരസ്ഥമാക്കി ചെറൂർ സ്വദേശിനി അമൃത സുനി. നിലവിലെ ദേശീയ റെക്കോർഡ് മറികടന്നാണ് തുടർച്ചയായി 4ാം തവണയും അമൃത സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. ജൂനിയർ 87 കിലോഗ്രാം വിഭാഗത്തിൽ നിലവിലെ റെക്കോർഡായ 174 കിലോയിൽ നിന്നും 178 കിലോ ഉയർത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. വാണിജ്യം. തൃശൂർ ആസ്ഥാനമായി 2018 പ്രവർത്തനം ആരംഭിച്ച നോൺ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ ഫിനാൻസ് സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട PV ആർക്കേഡിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്യൂച്ചർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം P ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. കാനാട്ടുകര ഡിവിഷൻ കൌൺസിലർ P സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം MLA E.T. ടൈസൺ ഭദ്രദീപം തെളിയിച്ചു. കൽദായ സഭ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡയറക്ടറുമായ PR രാജേഷ്, ഡയറക്ടർമാരായ കവിത, സജി രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൈക്കുടം ഫെയിം ഷീമോൻ ജാസ്മിൻ റഷീദും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി. തൃശൂർ, പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 20ഓളം ബ്രാഞ്ചുകളുണ്ട്. 35 വർഷത്തിലധികം കാലം ബാങ്കിംഗ് ആൻഡ് നോൺ ബാങ്കിംഗ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. 400-ൽ പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ടേൺഓവർ 350 കോടി രൂപയാണ്. ചാരിറ്റി മേഖലയിലും ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കാർഷിക ലോണുകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയ വായ്പ, കൂടുതൽ തുകയോടുകൂടി ഭൂപണയ വായ്പ, കൂടാതെ കാർഷികാവശ്യങ്ങൾക്ക് മിതമായ പലിശ നിരക്കിൽ ചെറുകിട ലോണുകൾ, വേഗവും കൃത്യവുമായ സേവനങ്ങൾ എന്നിവയെല്ലാമാണ് കമ്പനി ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നത്. 2025ഓടുകൂടി ഇന്ത്യ മുഴുവൻ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത്. ആദിത്യ ലക്ഷ്യസ്ഥാനത്തെത്തിയത് 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അർപ്പണത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധൈര്യമുണ്ടെങ്കിൽ ചാണകവെള്ളമൊഴിക്കാൻ BJPയെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലെന്നും TN പ്രതാപൻ. തനിക്കും BJP പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് എടുപ്പിച്ചതിന് പിന്നിൽ TN പ്രതാപനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അരിമ്പൂരിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദന പ്ലാന്റ് സജ്ജമായി. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണ്ടെത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. ട്യൂഷന് പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.